കണ്ണൂർ നഗരത്തിൽ പെർമിറ്റിന്റെ പേരിൽ ഓട്ടോ ഡ്രൈവർമാർ തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷം. അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളെ തടയാൻ CITU തന്നെ രംഗത്തിറങ്ങി. വ്യാഴാഴ്ച തുടങ്ങിയ പ്രത്യക്ഷ സമരം വെള്ളിയാഴ്ചയും തുടർന്നു. ഓട്ടോ ഡ്രൈവർമാരെ CITU പ്രവർത്തകർ മർദ്ദിച്ചതായും പരാതി ഉയർന്നു. അനധികൃത ഓട്ടോ സർവീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് CITU ഉയർത്തുന്നത്. ടൗൺ പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകളെ തടയുമെന്ന് പ്രഖ്യാപിച്ചാണ് CITU സമരം തുടങ്ങിയത്. വ്യാഴാഴ്ച മുതൽ TP സ്റ്റിക്കർ ഇല്ലാത്ത ഓട്ടോറിക്ഷകളെ തടയുകയാണ് CITU പ്രവർത്തകർ. ഇത് തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 2024 ഒക്ടോബർ 30 ഉത്തരമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പങ്കെടുത്തുകൊണ്ട് RTO ഓഫീസിൽ ഇത്തരം അനധികൃത ഓട്ടോറിക്ഷകൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിന് എൻഫോഴ്സ്മെന്റ് RTOയെ ചുമതലപ്പെടുത്തിയെങ്കിലും ഇതുവരെയായി ഒരു നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ്. 4 മാസം കഴിഞ്ഞിട്ട് ഒരു നടപടിയില്ല. RTO ഇല്ല, പോലീസില്ല. CITU പ്രവർത്തകർ ഓട്ടോ തടഞ്ഞ് അക്രമം നടത്തുന്നതായി KC നമ്പർ ഇല്ലാത്ത ഓട്ടോ ഡ്രൈവർമാരും ആരോപിച്ചു. ഈ നിൽക്കുന്ന ഓട്ടോ തൊഴിലാളികളെല്ലാം ഈ നാട്ടുകാരായ ആളുകളാണ്. ഇവരെവിടുന്ന് അടിച്ചു ഓട്ടിക്കാനാണ് ചില ഗുണ്ടകളായ പുറത്തുനിന്ന് വന്ന ഓട്ടോ തൊഴിലാളികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിരന്തരം ഇവർ കണ്ണൂർ കോർപ്പറേഷനിൽ അന്തരീക്ഷ കലുഷിതമാക്കാണ്. നമ്മളുടെ ഈ എന്താ പറയേണ്ട വികാരപരമായ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമുക്ക് എന്തായാലും ആത്മഹത്യ ചെയ്യാനൊന്നും കഴിയില്ല. ഇവർ നമ്മളെ ജീവിക്കാൻ വിടുന്നില്ലെങ്കിൽ നമുക്ക് അതേ നാണയത്തിൽ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. ഈ കാണുന്നതൊക്കെ ഇവർ ഈ നാട്ടുകാരാണ്. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഇവരോട് നിന്ന് ഓടാൻ വിടൂല, ഇവിടെ പണിയെടുക്കണ്ട, ഇവിടെ ജീവിക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മളവിടെ പോയിട്ട് പണിയെടുക്കേണ്ടത് അവർ പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. പ്രത്യക്ഷ സമരം നമ്മൾ ഒരു പ്രകോപനം ഇല്ലാത്ത സമരം ആയിരിക്കും എന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രകോപനപരമായിട്ടുള്ള സമരമാണ് ഇവർ നടത്തുന്നത്. 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഷിഹാബ്, സാഹിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നയാളെ വരെ CITUക്കാർ ആക്രമിച്ചതായി നാഷണൽ ഓട്ടോ ലേബർ യൂണിയൻ കോർപ്പറേഷൻ കമ്മിറ്റി പ്രസിഡന്റ് TK ആസാദ് ആരോപിച്ചു. എന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അവിടെ യാതൊന്നും അറിയാതെ കണ്ട് പള്ളിക്ക് പോകുന്നു. ഇവരെ പിടിച്ചിട്ട് അടിച്ച് ഇവിടെ തലന്റെ ഭാഗത്തല്ലോ നല്ല അടിയാണ്. CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമത്തിനെതിരെ പോലീസ് നടപടി എടുക്കണമെന്നും NLU ആവശ്യപ്പെട്ടു. ഇതിന് കർശനമായിട്ട് തന്നെ ഇങ്ങനത്തുള്ള അക്രമകാരികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും. പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നതിനെതിരെ ശക്തമായ നടപടി പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കണമെന്നാണ് CITU ആവശ്യപ്പെടുന്നത്. എന്നാൽ ഉപജീവനത്തിനായി സർവീസ് നടത്തുന്ന ഓട്ടോ ഡ്രൈവർമാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത് എന്ത് തൊഴിലാളി പ്രവർത്തനമാണ് എന്ന ചോദ്യമാണ് NLU ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.